ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 19ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. നാളെ മുതൽ ഈ മാസം 28 വരെ സഭാ സമ്മേളനമുണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ബക്രീദിനോട് അനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങിയ 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1-ന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. നാളെ ഉച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പ്രിഗാബലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടുകൂടിയുള്ള തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC-യിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.